ജാസ്മിന് ഗബ്രിയോടുള്ളത് പ്രണയമാണ്, എന്നാൽ പ്രണയമല്ല. ഉള്ള പ്രണയം പിടിച്ചു വെച്ചേക്കുവാണ്. ഞാൻ കമ്മിറ്റഡ് ആയതുകൊണ്ടും ഇതൊരിക്കലും നടക്കില്ല എന്നറിയുന്നത് കൊണ്ടും ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ പ്രണയം പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് ജാസ്മിന് ഗബ്രിയോടുള്ള പ്രണയത്തെ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനെ ഡിഫൈൻ ചെയ്തത്. ലാലേട്ടൻ പോയതിനു ശേഷം ജാസ്മിൻ റസ്മിനോട് പറയുന്നുണ്ട്, ഗബ്രി ജോസാണ് അവൻ, ഞാൻ ജാസ്മിൻ ജാഫറാണ്, അതുകൊണ്ട് ഇതൊരിക്കലും നടക്കില്ല, അതുകൊണ്ട് ഞാനിതിനെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. അതായത് കാസ്റ്റ് കൊണ്ടാണ് അല്ലെങ്കിൽ റിലീജിയൻ കൊണ്ടാണ് ഈ പ്രശ്നം, ഞങ്ങൾക്ക് പ്രണയമുണ്ടെന്ന് പറയാതെ പറയുകയാണ് ജാസ്മിൻ ചെയ്തത്. ലാലേട്ടൻ എന്താണെങ്കിലും ഇതിനെക്കുറിച്ച് ജാസ്മിനോട് ചോദിച്ചു, മറ്റു മത്സരാർത്ഥികളോട് ചോദിച്ചു, ഇവരുടെ വീഡിയോ കാണിക്കുകയും ചെയ്തു. ലാലേട്ടൻ വന്നപാടെ ജാസ്മിനോടാണ് ചോദിച്ചത്, എന്താ മോളെ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നതാണല്ലോ, പിന്നെ എന്താണ് പ്രശ്നം? ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ ഒരു കപ്പ് കൊടുക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശം തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു അത്. എന്നിരുന്നാലും ജാസ്മിൻ പറഞ്ഞു, എൻ്റെ മൈൻഡ് എൻ്റെ കൂടെ ഇല്ല, വീട്ടുകാർ അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്തുള്ളവർ വന്ന് പറയുന്നു എല്ലാവരും എന്നെ അറ്റാക്ക് ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോൾ. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഗബ്രി ആയിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടസ്റ്റൻറ്റും ആയിട്ടുള്ള ഇഷ്യൂ ആണോ, ഗബ്രി ആയിട്ട് എന്താണ് റിലേഷൻഷിപ്പ്, അത് പ്രേക്ഷകരും അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന്. ഗബ്രി പലപ്പോഴും ഇടയ്ക്ക് പ്രണയമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇടയ്ക്ക് പ്രണയം ഇല്ലയെന്ന് പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ കൺഫ്യൂസ്ഡ് ആണോ എന്നും ചോദിച്ചു. ലാലേട്ടൻ ഗബ്രി പറയുന്ന വീഡിയോ എല്ലാവരെയും കാണിക്കുകയും ചെയ്തു. ഗബ്രി ഇടയ്ക്ക് നീ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ല, നിന്നോട് എനിക്ക് പ്രണയമാണെന്ന് പറയുന്നതും ചില സമയങ്ങളിൽ പ്രണയമൊന്നും അല്ല എന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും ഇരിക്കെ കാണിച്ചത്. എന്നിട്ട് ലാലേട്ടൻ ചോദിച്ചു ഗബ്രിയോട്, അപ്പോൾ ഗബ്രി പറഞ്ഞത് പ്രണയമല്ല എന്നുള്ള രീതിക്ക് തന്നെയാണ്. എന്നിട്ട് ലാലേട്ടൻ മറ്റു മത്സരാർത്ഥികളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഇവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയാനുള്ളത്? ഓരോരുത്തരെ വിളിച്ചിട്ടാണ് ലാലേട്ടൻ ചോദിച്ചത്. എല്ലാവരും അവരുടേതായിട്ടുള്ള മറുപടി കൊടുത്തു. പൂജ പറഞ്ഞത് ഇവർക്ക് നെയിം കൊണ്ടുവരാൻ പറ്റുന്നില്ല, പക്ഷേ ഇടയ്ക്കൊക്കെ ഇവർ പറ്റിക്കുകയാണോ എന്ന് തോന്നുന്നുണ്ടെന്ന്. അതുപോലെ സിബിനും പറഞ്ഞു, ജാസ്മിൻ്റെ കൈ പിടിച്ചിട്ട് ഗബ്രി ഉമ്മ വയ്ക്കുന്നു, പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് ജാസ്മിൻ്റെ കയ്യിലാണെന്നാണ്, പക്ഷേ അത് ഗബ്രിയുടെ കയ്യിൽ തന്നെയാണ് ഉമ്മ വെക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മളെ പറ്റിക്കുകയാണ്, ഇവരുടെ ഗെയിം പ്ലാൻ ആണെന്നാണ് സിബിൻ പറഞ്ഞത്. ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, ആക്ഷന് വേണ്ടിയിട്ട് ശ്രീധുവിൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് സിബിൻ ഉമ്മ വെച്ച് കാണിക്കുന്നത്. അത് കണ്ടിട്ട് അർജുൻ്റെ മുഖമൊക്കെ ഒന്ന് വല്ലാതായത് ഇതായിരുന്നു കേട്ടോ അർജുൻ്റെ ഫേസ് ആ സമയത്ത് ഉമ്മ കൊടുക്കുമ്പോൾ. സിബിൻ ആയതുകൊണ്ട് അർജുൻ ക്ഷമിച്ചതാന്ന് തോന്നുന്നു. അങ്ങനെ ഓരോരുത്തരോട് ചോദിച്ചു. ശ്രീരേഖ പറഞ്ഞത് ഇത് ഗെയിം പ്ലാൻ ആയിട്ട് ഇവർ തുടങ്ങിയതാണ്, പക്ഷെ കൈവിട്ട് പോയതാണ്. എനിക്കും അങ്ങനെ തോന്നുന്നു, കൈവിട്ട് പോയി, ശരിക്കും പറഞ്ഞാൽ കൈവിട്ട് പോയതാണ്. റസ്മിൻ പറയുന്നുണ്ട് ഒരു ഫീലിങ്സ് വെച്ചിട്ടല്ല കളിക്കുന്നതെന്നൊക്കെ. ജിൻഡോ പറഞ്ഞത് കോമഡി ആയിപ്പോയിട്ടോ. ഇവർ ജാസ്മിനോട് ഗബ്രി പറഞ്ഞ പോലെയാണ് ഞാൻ പണ്ട് എൻ്റെ എക്സ് വൈഫിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്, നീ എൻ്റെ ബാപ്പയാണ്, ഉമ്മയാണ്, നീ എൻ്റെ സഹോദരിയാണ്, സുഹൃത്താണെന്നൊക്കെ. പക്ഷെ അതൊന്നും ശാശ്വതമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ വരെ ജിൻഡോയുടെ വർത്താനം കേട്ടിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു, ഓഡിയൻസൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സായിക്ക് ശരിക്കും സത്യത്തിൽ ആ കാർ കിട്ടിയാലേ ആൾക്ക് എന്തെങ്കിലും പറയാൻ ഒന്ന് പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ജാസ്മിനെ അറിയാവുന്നതുകൊണ്ട് ഒരു ഫ്രണ്ട് പോലെ കരുതുന്നതുകൊണ്ടായിരിക്കും ഒന്ന് വെട്ടി തുറന്ന് പറയാനായിട്ട് സായിക്ക് പറ്റുന്നില്ല, സീക്രട്ട് ഏജന്റിന് പറ്റുന്നില്ല. സീക്രട്ട് ഏജന്റിന് സീക്രട്ടായിട്ട് കാര്യങ്ങൾ പറയാൻ മാത്രമേ പറ്റുന്നുള്ളൂ എന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പെക്റ്റേഷൻ നമുക്ക് നന്നായിട്ടുണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയാണ്, മൊത്തം പോയിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, കാറ് വേണമായിരിക്കും. പിന്നെ അപ്സര ഒരു ഇഷ്ടമാണോ, കല്യാണം കഴിക്കുമോ എന്നൊക്കെ ഗബ്രിയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴും ഗബ്രി പറഞ്ഞത് ഇല്ല, എൻ്റെ ഫാമിലിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല, കാരണം ഗബ്രി ക്രിസ്ത്യനും മുസ്ലിം ആണ് ജാസ്മിൻ ആയതുകൊണ്ട്, അതുകൊണ്ട് ഫാമിലിയുടെ ഭാഗത്തു നിന്ന് ഞാൻ ചിന്തിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യില്ല, പ്രണയിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് അപ്സര പറയണത്. അൻസിബ ഒരു പോയിന്റ് പറഞ്ഞു. അത് അൻസിബ പറഞ്ഞത് പുറത്ത് കമ്മിറ്റഡ് ആണെങ്കിൽ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ, അകത്തുള്ള റിലേഷൻഷിപ്പിൽ കൺഫ്യൂസ് ആവേണ്ട ആവശ്യമില്ല എന്ന്. അത് ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയാലോ തുറന്ന്. പുറത്ത് കമ്മിറ്റഡ് ആണെങ്കിൽ, പുറത്ത് കമ്മിറ്റഡ് അതായത് പുറത്തുള്ള റിലേഷൻ സ്ട്രോങ് ആണെങ്കിൽ, അതിൽ സത്യസന്ധതയുണ്ടെങ്കിൽ അകത്ത് ഒരാളോടും പ്രണയം തോന്നില്ല എന്നാണ് അൻസിബ പറയാതെ വെച്ചത്. അൻസിബ പറഞ്ഞത് നല്ലൊരു പോയിന്റാണ്. നോറ പറഞ്ഞത് ഗെയിം പ്ലാൻ ഉണ്ട്, ജാസ്മിൻ്റെ ഭാഗത്തും ഗബ്രിയുടെ ഭാഗത്തും തെറ്റുണ്ട്, പക്ഷെ ഒരു ഗെയിം പ്ലാൻ ഉണ്ടെന്നാണ് നോറ പറഞ്ഞത്. പിന്നെ നോറയ്ക്ക് പിന്നെ ജാസ്മിനുമായിട്ട് പണ്ട് തൊട്ടേ പ്രശ്നമുള്ളത് കൊണ്ട് അങ്ങനെ തന്നെയാണ്, എന്തായാലും ഗെയിം പ്ലാൻ അല്ലാന്ന് തോന്നിയാലും അങ്ങനെ തന്നെ പറയുള്ളൂ. അപ്പോഴാണ് ലാലേട്ടൻ മറ്റൊരു വീഡിയോ കാണിച്ചത്. നമ്മുടെ അഭിഷേകും ജാൻമണിയും ഋഷിയും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പൂജയൊക്കെ ഉണ്ട് ആ വീഡിയോയിൽ. ഇങ്ങനെ ജാൻമണി പറയുന്നുണ്ട്, എനിക്ക് റസ്മിനോടും സെയിം അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടെന്ന് ഗബ്രി പറഞ്ഞിട്ടുണ്ടെന്ന്. അതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ, അതായത് ജാസ്മിനോടുള്ളതുപോലെ തന്നെ എനിക്ക് റസ്മിനോട്, അല്ലെങ്കിൽ ജാസ്മിനേക്കാൾ കൂടുതൽ റസ്മിനോടാണ് ഫിസിക്കൽ അട്രാക്ഷൻ ഉള്ളതെന്ന് ഗബ്രി പറഞ്ഞു എന്നുള്ളൊരു വീഡിയോ അവർ കാണിക്കുന്നുണ്ട്. ഗബ്രി പറയുന്നതായിട്ട് കാണിക്കുന്നില്ല, ജാൻമണിയും ഋഷിയും അഭിഷേകും പൂജ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പൂജയോട് ലാലേട്ടൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ,
പൂജ പറഞ്ഞു ഗബ്രി ഇതിൽ കൂടുതൽ കൈ പിടിക്കുന്നുണ്ട് റസ്മിൻ്റെ ഒക്കെ. എന്നിട്ട് റസ്മിനുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷൻ വരാതെ ജാസ്മിൻ്റെ കാര്യത്തിൽ മാത്രം ആളുകൾ എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാണ് ചോദിച്ചതെന്നാണ് പറയണത്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ജാസ്മിനേക്കാളും ഫിസിക്കൽ അട്രാക്ഷൻ റസ്മിനോടാണ് ഉള്ളതെന്നാണ് ഗബ്രി പറഞ്ഞത് എന്ന് പറയുന്നു. അത് കേട്ട ഉടനെ ഗബ്രിയുടെ കൈ മുറുക്കെ പിടിച്ച് റസ്മിൻ ഇരിക്കുന്നുണ്ട്. ഗബ്രി ടോട്ടലി തകർന്നു പോയി. ഒരു സൈഡിൽ വീട്ടുകാർ, ഒരു സൈഡിൽ ജാസ്മിൻ ചെകുത്താനും കടലിനും നടക്കുന്നുള്ള രീതിയിലായിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് വിശ്വാസംസകൾ പറയുന്ന കൂട്ടത്തിൽ ഗബ്രിയുടെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും കുട്ടികളാണ് വന്നത്. ഇത് പറയുന്നുണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മളൊരു സ്ഥലത്ത് വരുമ്പോൾ ഒരാളോട് ഇഷ്ടം തോന്നും, പക്ഷെ അതിലൊന്നും പോവാതെ നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം മറക്കാതിരിക്കുക. അതുപോലെ ചേച്ചിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ഫോക്കസ് മാറിപ്പോവരുതെന്ന്. അതായത് ജാസ്മിൻ്റെ പുറകെ പോവരുത് എന്നാണ് വീട്ടുകാരും പറയുന്നത്. ഇതൊക്കെ കൂടിയിട്ടാണ് തോന്നുന്നു മൊത്തത്തിൽ ഗബ്രി ആകെ കിളി പോയിട്ടിരിക്കുകയാണ്. ഗബ്രി ഒന്നും മിണ്ടുന്നില്ല. വീട്ടുകാരോട് പറയാനുള്ളിടത്തും വിശ്വാസംസകളെന്ന് മാത്രമേ പറഞ്ഞോളൂ. ലാലേട്ടൻ ചോദിച്ചതിനും ഒരു മറുപടിയും പറയുന്നില്ല. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറഞ്ഞിട്ട് ഒരു മറുപടിയും ഗബ്രി അവിടെ കൊടുക്കുന്നില്ല. പിന്നെ ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് ഗബ്രിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, എനിക്ക് ഗബ്രി ഉള്ളതുകൊണ്ടല്ല കളിക്കാൻ പറ്റാത്തത്, സായി പറഞ്ഞ് ഇങ്ങനെ പുറത്തുള്ള വിവരങ്ങൾ ഇങ്ങനെ പറഞ്ഞു, അതുപോലെ തന്നെ വീട്ടുകാർ ഇവിടെ വരുന്നവരെല്ലാം എന്നെ അറ്റാക്ക് ചെയ്യുന്നതാണ് എൻ്റെ പ്രശ്നം, അല്ലാതെ ഗബ്രി അല്ല എന്ന് പറയുന്നുണ്ട്. ഗബ്രി അവസാനം ലാലേട്ടൻ ബ്രേക്ക് പറഞ്ഞു പോയ സമയത്ത് ഞാൻ ക്വിറ്റ് ചെയ്യണു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പോയി സമാധാനിപ്പിക്കുന്നുണ്ട്, നീ ക്വിറ്റ് ചെയ്താലും അത് ഞാൻ കാരണമെന്ന് പറയും, ഞാൻ ക്വിറ്റ് ചെയ്താലും നീ കാരണമെന്ന് പറയും. അതുപോലെ തന്നെ ഗബ്രി നമ്മൾ അറിഞ്ഞാൽ പോലെ പുറത്തുള്ളവർ എന്ത് വേണേലും പറഞ്ഞിട്ട് നമുക്കറിയാലോ നമ്മൾ തമ്മിൽ എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് സമയം വേണം, എന്നാലേ ഞാൻ ഓക്കെ ആകുള്ളൂ എന്നൊക്കെ ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട്. എന്നാൽ ഗബ്രി ഒരു അക്ഷരം ആരോടും മിണ്ടുന്നില്ല, ഒരു നിസ്സഹായാവസ്ഥയിൽ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ പാവം തോന്നുന്നുണ്ട്. എന്താണെങ്കിലും ഇതാണ് അവരുടെ റിലേഷൻഷിപ്പ് എന്ന് ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ ഏകദേശം കിട്ടിയിട്ടുണ്ട് ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന്. പ്രണയമുണ്ട്, പക്ഷേ വീട്ടുകാരെ ഓർത്തിട്ടും ജാസ്മിൻ പുറത്തൊരാൾക്ക് വാക്ക് കൊടുത്തിട്ട് വന്നതുകൊണ്ടും പിന്നെ റിലീജിയൻ ക്രിസ്ത്യനും മുസ്ലിമും ആയതുകൊണ്ടും വീട്ടുകാർക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നത് കൊണ്ടും ജാസ്മിൻ ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കുകയാണ്. എനിക്ക് മനസ്സിപ്പോൾ പറഞ്ഞു തന്നെയാണ് പറയാനുള്ളൂ. പുറത്തൊരാളുടെ ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അകത്തൊരിക്കലും ഇങ്ങനെ കാണിക്കില്ലായിരുന്നു. പുറത്തെ സ്നേഹം ആത്മാർത്ഥതയുള്ള സാധനമാണെങ്കിൽ അകത്ത് മറ്റൊരാളോട് പ്രണയം തോന്നില്ല. നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക.